തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അധിക്ഷേപിക്കാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും മാപ്പ് പറയണം. വയനാട്ടിൽ ടി സിദ്ദിഖ് എം.എൽ.എ കൂക്കി വിളിച്ച് അധിക്ഷേപിച്ചതിൽ പ്രതികരിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ അധിക്ഷേപിക്കാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും റവന്യൂ മന്ത്രി കെ രാജനും പരസ്യമായി മാപ്പ് പറയണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കവെയാണ് MLA-ക്ക് നേരെ കൂക്കിവിളി ഉണ്ടായത്. മഞ്ഞുമൽ ബോയ് സംവിധായകനെതിരെ ലൈംഗിക അതിക്രമ കേസ്. മഞ്ഞുമൽ ബോയ് സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസെടുത്തത്. സ്ത്രീയുടെ മാനത്തെ അപമാനിക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ള ആക്രമണം, സ്ത്രീകളെ മോശമായി സ്പർശിക്കൽ എന്നീ 2 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. 2022-ൽ യുവതിയുടെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറിയെന്നാണ് കേസ്. എളംകുളത്തെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു സംഭവം നടന്നതെന്നും പരാതിയിൽ പറയുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രം തുടർ നടപടികൾ എന്നും പോലീസ് അറിയിച്ചു. സഞ്ജുവിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്ന മുഖ്യമന്ത്രി. T20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ മറികടന്ന ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ച സഞ്ജു സാംസണെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ടെന്നും ആർക്കും തളർത്താനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിനു വേണ്ടി ഇനിയും വലിയ നേട്ടങ്ങൾ കൊയ്യാനാകട്ടെ എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. തൃശൂരിൽ കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. വാഴച്ചാൽ പുകലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് ദാരുണാന്ത്യം. സുന്ദരൻ എന്ന 46-കാരനാണ് കൊല്ലപ്പെട്ടത്. പെരിങ്ങൽകുത്ത് ഡാമിന് സമീപം വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു സുന്ദരൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. പരിക്കേറ്റ സുന്ദരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു. മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസ്. വെള്ളനാട് ശശി ഒളിവിൽ തുടരുന്നു. സംരക്ഷിത ജീവി ഇനത്തിൽപ്പെടുന്ന മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഒളിവിൽ തുടരുന്നു. പരുത്തിപ്പള്ളി വനംവകുപ്പ് കേസെടുത്തതിന് പിന്നാലെയാണ് വെള്ളനാട് ശശി ഒളിവിൽ പോയത്. കേസിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളനാട് ശശിയെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. സംഭവം നടന്ന ദിവസം ഒളിവിൽ പോയ വെള്ളനാട് ശശിയെ ഇതുവരെ വനംവകുപ്പിന് കണ്ടെത്താനായിട്ടില്ല. ഫെബ്രുവരി 28 മുതൽ അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടികളിലും എത്തിയിട്ടില്ല. ശശിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അധികൃതർ അറിയിച്ചു. ശശിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്.